ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 12-ാം ശ്ലോകം ശ്രദ്ധിക്കാം. ഇന്ന് നാം അനേകർ ഭക്തിവിശ്വാസം കൈക്കൊണ്ട് ജീവിക്കുന്നവരാണല്ലോ. ശരിക്കും ഈ മാർഗം കൊണ്ട് എന്തെങ്കിലും ആത്യന്തികമായിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടവരല്ലേ നാം? ഇതിൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നാം തയ്യാറല്ല എന്നത് ഒരു പൊതു സത്യമാണ്. അക്കാരണത്താൽ അന്ധവിശ്വാസവും അതുപോലെ ഭൗതികവാദത്തിലൂടെ ദൈവനിഷേധവും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അന്ധവിശ്വാസവും ദൈവനിഷേധവും നമ്മെ ഒരുപോലെ അപകടത്തിലാക്കും. അതിനാൽ കാര്യം യഥാവിധി ഗ്രഹിക്കേണ്ട ആവശ്യം ഉണ്ട്. മഹാഭാരത യുദ്ധം തുടങ്ങാൻ നാഴിക മാത്രം ബാക്കിയുള്ളപ്പോൾ പാണ്ഡവപക്ഷത്തെ സൈന്യാധിപനായ അർജുനൻ്റെ മനസ്സ് ചിന്താബാഹുല്യം കൊണ്ട് വിഷമാവസ്ഥയിലായി. ശ്രീകൃഷ്ണനോട് മനുഷ്യജന്മത്തിൻ്റെ നശ്വരതയും ആ നശ്വര ജീവിതത്തിനു വേണ്ടി ബന്ധുമിത്രാദികളെയും ഗുരുജനങ്ങളെയും മനുഷ്യകുലത്തെയും ആകെ നശിപ്പിക്കുന്ന യുദ്ധത്തിൻ്റെ അപ്രസക്തിയെയും ബോധിപ്പിക്കുന്നു. മാത്രമല്ല, ഈ യുദ്ധത്തിലൂടെ ലഭിക്കുന്ന രാജ്യവും അധികാരവും പ്രശസ്തിയും തനിക്ക് ആവശ്യമില്ലെന്നും അതിലും നല്ലത് ഭിക്ഷാടനമാണെന്നും പറഞ്ഞ് ആകെ തളർന്ന് തനിക്ക് ഉത്തമ മാർഗം അറിയിച്ചു തരാൻ തൻ്റെ സുഹൃത്തും ആധ്യാത്മിക ഗുരുവുമായ ശ്രീകൃഷ്ണനോട് അപേക്ഷിക്കുന്നു. ഇവിടെ ഈ അവസരത്തിൽ ശ്രീകൃഷ്ണൻ്റെ മറുപടിയാണ് ഈ ശ്ലോകം. ശരിക്കും ആധ്യാത്മിക സത്യങ്ങളുടെ ഭണ്ഡാരം തുറക്കാൻ ഉപകരിക്കുന്നതാണ് ഈ ഉത്തമ ശ്ലോകം. ശ്ലോകം വായിക്കാം. ഓം ശ്രീ പരമാത്മനേ നമഃ. ന ത്വേവാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപഃ ന ചൈവ ന ഭവിഷ്യാമ സർവേ ഭയമതഃ പരം. എൻ്റെ സാരം: നിത്യരായ ഞാനും നീയും ഈ രാജാക്കന്മാരുമെല്ലാം മുമ്പുണ്ടായിരുന്നവർ തന്നെയാണ്, ഇനി ഇല്ലാതാകാൻ പോകുന്നില്ല. ഇങ്ങനെ ആത്മാവ് നശിക്കാത്ത വസ്തുവാണെന്ന് മനസ്സിലാക്കുക. ഭക്തി എന്നത് സമർപ്പണമാണല്ലോ. എല്ലാ അർത്ഥത്തിലും നമ്മുടെ സർവവും ഈശ്വരനിൽ സമർപ്പണം ചെയ്യുന്നു. ശരിക്കും അതിൻ്റെ കാരണം നമ്മുടെ അറിവും അതിനേക്കാൾ ഉപരി നമ്മുടെ അറിവില്ലായ്മയുമാണ്. നമ്മുടെ അറിവ് സാധാരണ പ്രത്യക്ഷ വിഷയങ്ങളിൽ മാത്രമാണ്. ആ അറിവ് അർജുനൻ കൃഷ്ണനോട് ബോധിപ്പിച്ചാണ് യുദ്ധത്തിന് വൈമനസ്യം അറിയിച്ചത്. ഇവിടെ കൃഷ്ണൻ നാം അറിയാത്ത എന്നാൽ ഭക്തിക്ക് വേണ്ട ആധ്യാത്മിക രഹസ്യങ്ങളുടെ കലവറ തുറക്കുകയാണ്. അതിലാദ്യം അറിയിക്കുന്നത് ഒരിക്കലും നശിക്കാത്ത നമ്മുടെ അസ്തിത്വമാണ്. അത് ഭൂത വർത്തമാന ഭവിഷ്യകാലങ്ങളിൽ അതിൻ്റെ ഉണ്മ എപ്രകാരം എന്നതാണ്. ഈ പ്രപഞ്ചം ഉണ്ടായി അന്നു മുതൽ നമ്മുടെ അസ്തിത്വം നിലനിൽക്കുന്നു എന്നതും, അതിൽ ജഡം പരിണാമവിധേയമാണെങ്കിലും ചൈതന്യം പരിണാമവിധേയമല്ല എന്നും, നമ്മുടെ കർമ്മങ്ങളിലൂടെ പരിണാമവിധേയമായ ജഡം ശ്രേയസിനെയും പ്രേയസിനെയും പ്രാപിക്കുന്നു എന്നതും, അതിനാൽ കർമ്മം ധർമാനുസാരിയായിരിക്കണമെന്നും ധർമ്മം വേദസാരമാണെന്നും ശ്രീകൃഷ്ണൻ നമ്മെ ഈ ശ്ലോകത്തിലൂടെ ഗ്രഹിപ്പിക്കുന്നു. ഇവിടെയാണ് ഭക്തി എന്താണെന്നതിൻ്റെ പ്രസക്തി. സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങളെ അറിയാനുള്ള ഒരു ഉത്തമ ഗുണമാണ് ഭക്തി. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പരാജയപ്പെടുന്നിടത്ത് ഭക്തൻ്റെ ഉൾക്കാഴ്ച ഉണരുന്നു. വേദങ്ങൾ അതിന് ഒരു ഭക്തനെ സഹായിക്കുന്നു. അന്ധവിശ്വാസവും അരുതാത്തതും ചെയ്ത് ഭക്തിയുടെ പേരിൽ നരബലി വരെ നടത്തി അധപ്പതിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ഇന്ന്. ഇതിൽ നിന്നും സർവാർത്ഥത്തിലും ഒരു മോചനം ശുദ്ധമായ ജ്ഞാനാന്വേഷണത്തിലൂടെ വേദങ്ങളെ പിൻപറ്റുന്നവർക്ക് സാധ്യമാണ്. പകരം മേധ്യവും അമേധ്യവും കൂട്ടിക്കലർത്തി പാഷാണമതം പ്രാവർത്തികമാക്കുകയാണ് നാം ഇന്ന് ചെയ്യുന്നത്. അതിനാൽ ജിജ്ഞാസുക്കൾക്ക് ഭഗവത്ഗീത എന്ന ജ്ഞാനാമൃതം പാനം ചെയ്ത് അതിലെ വിലപ്പെട്ട ഓരോ ശ്ലോകത്തിൻ്റെ അഗാധമായ അറിവ് നേടി ശാശ്വത ശാന്തി സർവ്വലോകത്തിനും പ്രദാനം ചെയ്യാൻ നാം ഏവർക്കും ഈശ്വരൻ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.